നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവതയുടെ സർഗസാക്ഷ്യത്തിന് ആതിഥേയത്വമരുളി പെരുമ്പിലാവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിന് അൻസാർ വിമൻസ് കോളേജിൽ തുടക്കമായി. സ്റ്റേജിന മത്സരങ്ങൾ വെള്ളിയാഴ്ച മുതൽ. തിങ്കളാഴ്ച കലാമേളയ്ക്ക് കൊടിയിറങ്ങും. ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് കേരളത്തിൽ കോൺഗ്രസിന് BJPയോടുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SIR നടപ്പിലാക്കുന്നത് എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കുവാനല്ല, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും വോട്ട് ഇല്ലാതാക്കാനാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. മനക്കരെ വരവും വാദ്യമേളവും വിസ്മയം തീർത്തു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. വാതിൽമാടത്തിൽ 53 ദിവസത്തെ കളമെഴുത്തിനും കളംപാട്ടിനും ഇതോടെ സമാപനമാകും. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യ സുവിശേഷ മഹായോഗം ഫെബ്രുവരി 9 മുതൽ 15 വരെ ഐക്യ സുവിശേഷ നഗറിൽ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിശദമായ വാർത്തയിലേക്ക്. യുവതയുടെ സർഗസാക്ഷ്യത്തിന് ആതിഥേയത്വമരുളി പെരുമ്പിലാവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിന് അൻസാർ വിമൻസ് കോളേജിൽ തുടക്കമായി. ഐക്യ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെയാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. സ്റ്റേജിതര പരിപാടികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രശസ്ത ചിത്രകലാകാരൻ താജ് ബക്കർ നിർവഹിച്ചു. യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദുണ്ണി, കോളേജ് പ്രിൻസിപ്പൽ J ഫരീദ, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഷറഫുദ്ദീൻ പിലാക്കൽ, മറ്റംഗങ്ങളായ TK ഷഫീഖ്, ഗോകുൽ ഗുരുവായൂർ, CA സൽമാൻ, സഫ്വാൻ പത്തിൽ, റാഷിദ് കോക്കൂർ, മഹേഷ്, ജെറിൽ, അജിത് എന്നിവർ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അനുഷ റോബി സ്വാഗതവും അൻസാർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ AS ഫാത്തിമ ഷൗക്കിയ നന്ദിയും പറഞ്ഞു. 5 വേദികളിൽ 106 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ തൃശൂർ ജില്ലയിലെ 65 കോളേജുകളിലെ 3000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആദ്യ ദിനത്തിൽ ഉപന്യാസം, ചെറുകഥ, കവിത തുടങ്ങി രചനാ മത്സരങ്ങൾ, പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, ക്വിസ് തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. വെള്ളിയാഴ്ച ഓഫ് സ്റ്റേജ് ഇനങ്ങൾക്ക് പുറമെ സ്റ്റേജ് മത്സരങ്ങൾക്കും തുടക്കമാകും. മാർഗം കളി, പരിചയമുട്ടുകളി, മൈം, സ്കിറ്റ്, നാടകം, മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം എന്നീ ജനപ്രിയ ഇനങ്ങളാണ് വൈകിട്ട് 3 മുതൽ ആരംഭിക്കുക. സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 7-ന് നടക്കും. ഡീസോൺ കലോത്സവ നടത്തിപ്പിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായി സംഘാടക സമിതി ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. 2 DYSPമാരുടെയും 10 CIമാരുൾപ്പെടെ 200 പോലീസുകാരുടെ സേവനം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത്. കലോത്സവ വേദികളും പരിസരവും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. വാതിൽമാടത്തിൽ 53 ദിവസത്തെ കളമെഴുത്തിനും കളംപാട്ടിനും ഇതോടെ സമാപനമാകും. കളംപാട്ട് ആരംഭിച്ച ദിവസം മുതൽ ദേവി ആനയുടെയും വാദ്യത്തിന്റെയും അകമ്പടിയിൽ പുറത്തേക്ക് എഴുന്നള്ളാറുണ്ട്. രാത്രി ഗുരുവായൂരപ്പന്റെ ശ്രീലകമടച്ച് ഭഗവതിയുടെ അഴലും കഴിഞ്ഞ് ദേവിയുടെ കോമരം സുരേന്ദ്രൻ വെളിച്ചപ്പാട് തുള്ളി പുറത്തേക്കെത്തും. ദീപസ്തംഭം ചുറ്റിയ ശേഷം തിരിച്ചെഴുന്നള്ളുകയാണ് പതിവ്. വെള്ളിയാഴ്ച രാവിലെ 11:30-ന് ക്ഷേത്ര നടയടച്ച് 12 മണിയോടെ 3 ആനകളുടെ അകമ്പടിയിൽ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അകമ്പടിയാകും. ഉച്ചയ്ക്ക് 2-ന് കിഴക്കൻ നടയിൽ പഞ്ചവാദ്യം അവസാനിച്ചാൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളം തുടങ്ങും. തുടർന്ന് നടപ്പുരയിൽ താലപ്പൊലിയുടെ വിശേഷ ചടങ്ങായ പറയെടുപ്പ് നടക്കും. തുടർന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ ക്ഷേത്ര പ്രദക്ഷിണവും ഉണ്ടാകും. പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. മനക്കലെ വരവും വാദ്യമേളവും വിസ്മയം തീർത്തു.
ദേശപ്പെരുമയുടെ വിളംബരവുമായി പ്രശസ്തമായ കാണിപ്പയൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആവേശകരമായി. പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് 1:30 മനക്കിലെ വേലവരവ് എഴുന്നള്ളിച്ചു. ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചാരിമേളത്തിന് മേളവിഭൂഷൺ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ നേതൃത്വം നൽകി. വൈകിട്ട് 4:30 മുതൽ 15 ദേശപൂരങ്ങളുടെ ക്ഷേത്രാങ്കണത്തിലേക്കുള്ള വരവ് ആരംഭിച്ചു. തുടർന്ന് 6:30 പൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി. തുടർന്ന് ആനപ്പൂരവും കൂട്ടിയെഴുന്നള്ളിപ്പും ആരംഭിച്ചു. തലയെടുപ്പുള്ള 18 ഗജവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിൽ 70ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് വർണ്ണാഭമായ തെയ്യം വേലവരവ് നടന്നു. പുലർച്ചെയോടെ പൂരാവർത്തനവും 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30 കൂറ വലിച്ച് കൊടി ഇറക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. അന്നംകുളങ്ങര പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. പെരുമ്പിലാവ് സെന്ററിൽ കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിന് സമീപം തൃത്താല ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഇന്ന് രാവിലെ മുതലാണ് പൈപ്പ് പൊട്ടിയത്. ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു. യാത്രക്കാർക്ക് ഏറെ ദുരിതമായി. ഇതിന് സമീപം നിരവധി സ്ഥലങ്ങളിലാണ് ചെറുതും വലുതുമായുള്ള പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് കേരളത്തിൽ കോൺഗ്രസിന് BJPയോടുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ 2ാംഘട്ട പര്യടനത്തിന് ഗുരുവായൂരിൽ തുടക്കം കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് UDFന് ഒന്നും പറയാനില്ലാത്തത് ഈ വിധേയത്വമുള്ളതിനാലാണ്. കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണന ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ പൊതുവികാരം ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കാനായിരുന്നു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ചർച്ചയിൽ പങ്കെടുത്തില്ല. അവർ രംഗം കാലിയാക്കുകയും ചെയ്തു. വാക്കൌട്ട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു, അല്ലെങ്കിൽ പോയിട്ട് വരാമായിരുന്നു. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് പറയേണ്ട ഏറ്റവും ഉചിതമായ വേദിയായിരുന്നു നിയമസഭ. ആ സഭയെ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ വികാരം ഒന്നാണെന്നറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ UDF ദുരുപയോഗം ചെയ്തു. ഇത് യാദൃശ്ചികമായല്ല. ട്രംപിനെപ്പറ്റി പറയാൻ മോദിക്ക് ഭയമാണ്. ട്രംപിന് ഇന്ത്യയെപ്പറ്റി എന്തും പറയാമെന്ന അവസ്ഥയായിരിക്കുന്നു. കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിന്റെ എക്സിലാണ്. സ്വന്തം നാടിന്റെ പരമാധികാരത്തെ മറ്റൊരു രാജ്യം നാണംകെട്ട തരത്തിൽ അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പറയാൻ കഴിയും. 3ാം ഊഴം LDFനായിരിക്കുമെന്നും അതിന്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരേ സ്വരത്തിൽ പ്രതിപക്ഷ ഭേദമന്യേ ആ പ്രമേയം ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്നായിരുന്നു. നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരാൾ പോലും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അത് രംഗം കാലിയാക്കി. വാക്കൗട്ട് വേണമായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു, അതിന് പോയിട്ട് മടങ്ങി വരാമായിരുന്നു. ഇത് രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. കേന്ദ്ര ബജറ്റിന്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം. ആ ബജറ്റിൽ കടുത്ത അവഗണന ഉണ്ടായി. കേരളത്തോട് ഉറപ്പിക്കലാകാത്ത അവഗണനയാണത്. കേരളം എന്ന വാക്കുപോലും കണ്ടില്ല ആ ബജറ്റിനകത്ത്. ഏറെക്കാലമായിട്ട് കേരളം കാത്തിരുന്ന ഒന്നും അതിൽ സ്ഥാനം പിടിച്ചില്ല. ജാഥ മാനേജർ M സ്വരാജ്, CS സുജാത, അഡ്വക്കേറ്റ് P വസന്തം, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, NK അക്ബർ MLA തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SIR നടപ്പിലാക്കുന്നത് എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കുവാനല്ല, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും വോട്ട് ഇല്ലാതാക്കാനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF നടത്തുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
BJP തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരുടെ വോട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യറി ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും BJP പോഷക സംഘടനകളെ പോലെ നിയന്ത്രിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. NK അക്ബർ MLA അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, മറ്റു മുന്നണി നേതാക്കൾ എന്നിവർ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് തുറന്ന ജീപ്പിൽ പ്രകടനമായി വാദ്യമേളങ്ങൾ, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ മുനിസിപ്പൽ ചത്തുരത്തിലേക്ക് ആനയിച്ചു. നേതാക്കളായ M സ്വരാജ്, CS സുജാത, C സുമേഷ്, AH അക്ബർ, സുനിത രവീന്ദ്രൻ, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ മരവിപ്പിക്കൽ റദ്ദാക്കി ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് NK അക്ബർ MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. മരവിപ്പിക്കൽ നീക്കണമെന്നാവശ്യപ്പെട്ട് 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ കേന്ദ്ര സർക്കാർ ഇതും വൈകിപ്പിക്കുകയാണുണ്ടായത്. 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് മരവിപ്പിക്കൽ നീക്കിയത്. ഈ പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസം ഉണ്ടാക്കിയതിന്റെ തെളിവാണിത്. തന്റെ ഇടപെടൽ മൂലമാണ് മരവിപ്പ് നീക്കിയത് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ കാലതാമസത്തിന് മറുപടി നൽകണമെന്നും MLA പറഞ്ഞു. 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ മറ്റെല്ലാ കാര്യങ്ങൾ എന്നതുപോലെ ആ നടപടികൾ വൈകിപ്പിക്കുകയാണുണ്ടായത്. ഇപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് ഡീഫ്രീസിംഗ് മാറ്റാൻ തയ്യാറായത് എന്നത് ഈ പാതയുടെ വികസനത്തിന് കാലതാമസം കേന്ദ്ര സർക്കാർ ബോധപൂർവം ഉണ്ടാക്കിയതിന്റെ തെളിവാണ്. ഇപ്പോൾ ഉണ്ടായ ഡീഫ്രീസിംഗ് നടപടി തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ ശ്രീ സുരേഷ് ഗോപി ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഈ കാലതാമസത്തിന് മറുപടി പറയാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ബദൽ പാത ആകേണ്ടിയിരുന്ന പദ്ധതിയാണ് എങ്ങും എത്താതെ നിർത്തപ്പെട്ടു പോയത്. എന്തുതന്നെയായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഡീഫ്രീസിംഗ് നടപടി ഉണ്ടായ വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും സംസ്ഥാന സർക്കാർ ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. പാതയുടെ മരവിപ്പിക്കൽ നീക്കാൻ NK അക്ബർ MLA 2022 ഒക്ടോബർ 1 നൽകിയ കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ചിരുന്നതായി റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാൻ മറുപടി നൽകി. ഇക്കാര്യത്തിൽ നിരവധി കത്തുകൾ അയക്കുകയും റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. മരവിപ്പിച്ചത് റദ്ദാക്കിയ ഔദ്യോഗിക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. അത് ലഭ്യമായാൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് നിശ്ചയിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ഡീഫ്രീസിംഗ് ചെയ്തുകൊണ്ടുള്ള കത്ത് കേന്ദ്ര റെയിൽവേ ബോർഡിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ഔദ്യോഗികമായി നമ്മുടെ സർക്കാരിന് നമ്മുടെ ഫയലുകൾ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആ കത്തിൻ്റെ കോപ്പി ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ വരുന്ന ഏത് റെയിൽവേ പദ്ധതികളും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായുള്ള സഹകരണം നമ്മൾ റെയിൽവേക്ക് ഉറപ്പു നൽകി. ബജറ്റ് മറുപടി പ്രസംഗത്തിലെ അനുബന്ധ പ്രഖ്യാപനത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ കോട്ടപ്പടി തമ്പുരാൻപടി റോഡിന് 2 കോടി രൂപ അനുവദിച്ചതായും MLA അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും വേലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വരക്കൂട്ടം ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു. തദ്ദേശ സമേതം എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല രാജീവ് മുഖ്യാതിഥിയായി. മെമ്പർമാരായ ഷീന സാബു, AR രഞ്ജിത്ത്, പുല്ലേന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് PV ഷീജ, അധ്യാപക പ്രതിനിധികളായ MA ജാബിർ, CG എന്നിവർ സംസാരിച്ചു. ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളായ ആര്യൻ, സൂര്യൻ, നന്ദന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കലാകാരന്മാർക്ക് ഒരിക്കലും ഒരു ലോകത്തിന് അവസാനമില്ല. ഭയങ്കരമായിട്ട് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ ഞങ്ങൾക്കൊക്കെ പകർത്തി ഞങ്ങളെയൊക്കെ ആ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മക്കളൊക്കെ. നാളെ ലോകം നിങ്ങളുടെ പേരിലായിരിക്കും ഞങ്ങളെയൊക്കെ അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. നമുക്കറിയാം, പിക്കാസോ ആണെങ്കിലും ഡാവിഞ്ചി ആണെങ്കിലും അതുപോലെ തന്നെ രാജാ രവിവർമ്മയാണെങ്കിലും അവരുടെയൊക്കെ ചിത്രങ്ങൾ
എത്രയോ മൺമറഞ്ഞ് പോയി കഴിഞ്ഞിട്ടും ഇന്നും ആ ചിത്രങ്ങൾക്കുള്ള മൂല്യവും അതിൻ്റെ ഒരു ഭംഗിയും അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രസിദ്ധമായ കുന്നംകുളം ഐക്യ സുവിശേഷ മഹായോഗം ഫെബ്രുവരി 9 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് ഐക്യ സുവിശേഷ സംഘം പ്രസിഡന്റും മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷനുമായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത 56ാമത് സുവിശേഷ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. റവറൻ DS അരുൺ തിരുവനന്തപുരം, ബ്രദർ ജോബി ജെയിംസ് പമ്പാവാലി, പാസ്റ്റർ ബിജു സേവ്യർ എറണാകുളം, പാസ്റ്റർ പോൾ ബാബു കുന്നംകുളം, പാസ്റ്റർ എബിൻ ജോർജ് UK എന്നിവരാണ് പ്രാസംഗികർ. ചൊവ്വാഴ്ച വൈകിട്ട് തൃശൂർ കാൽഡിയൻ സിറിയൻ ചർച്ചിലെ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത പ്രസംഗിക്കും. കുട്ടികളുടെ ബൈബിൾ ക്ലാസ് ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ 8 മണിക്കും ധ്യാനയോഗം അന്നേ ദിവസം രാവിലെ 10-നും നടക്കും. ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് സമാപന യോഗം. കുന്നംകുളത്തെ ഏറ്റവും പഴക്കം ചെന്ന സൺഡേ സ്കൂളുകളിലൊന്നായ സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെ 113ാം വാർഷികാഘോഷം ഫെബ്രുവരി 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് സെന്റ് മേരീസ് ഹാളിൽ നടക്കും. പ്രസിഡന്റ് ഡോക്ടർ താജ്പോൾ പനക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഫാദർ റൂബേൻ അബ്രഹാം മാമൻ മുഖ്യ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഐക്യ സുവിശേഷ സംഘം സെക്രട്ടറി ഷാജൻ മാത്യു P, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, PRO ഡോക്ടർ താജ്പോൾ പനക്കൽ, പബ്ലിസിറ്റി കൺവീനർ ടിനി സൈമൺ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ LDF നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നഗരത്തിലെത്തിയ ജാഥയെ LDF പ്രാദേശിക നേതൃത്വവും പ്രവർത്തകരും ചേർന്ന് ആവേശപൂർവ്വം വരവേറ്റു. UDFന്റെ 10 വർഷം മുമ്പുള്ള ഭരണത്തെ കേരളം ഭീതിയോടെയാണ് ഓർക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം പറഞ്ഞു. ഇപ്പോൾ കള്ളപ്രചാരണങ്ങളിലൂടെയും നുണക്കോട്ടകളിലൂടെയുമാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിടുന്നതെന്നും UDF രാഷ്ട്രീയ മര്യാദ പുലർത്തുന്നില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജരും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജ്, K രാധാകൃഷ്ണൻ MP, യൂജിൻ മൊറേലി, VK ജോസഫ്, KV അബ്ദുൽ ഖാദർ, KP രാജേന്ദ്രൻ, PK രാജൻ, KG ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. AC മൊയ്തീൻ MLA, നേതാക്കളായ M ബാലാജി, K കൊച്ചനിയൻ, MN സത്യൻ, PG ജയപ്രകാശ്, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. രണ്ട് വഴിയല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി വിജയത്തിൻ്റെ വഴിയാണ്. LDF വിജയിച്ചാലേ കേരളം വിജയിക്കൂ. LDF വിജയിച്ചാലേ ഇന്ത്യ വിജയിക്കൂ. അഥവാ നാം എന്നാൽ വീണുപോയാൽ ഉറപ്പായിട്ടും ജനങ്ങൾ പരാജയപ്പെടും, കേരളവും ഇന്ത്യയും പരാജയപ്പെടും. അതും നമുക്കറിയാം. അതുകൊണ്ടാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയും പുത്തൻ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും മുന്നേറ്റത്തിന് വേണ്ടിയും നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത് LDF ആണ് നമ്മുടെ വഴിയൊന്ന്. നാടിൻ്റെ വഴി LDF ആണ്, LDF മാത്രമാണ്. അവരുടെ വഴി ഇവിടെ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. LDFിൻ്റെ വാർത്താത ഈ രാഷ്ട്രീയ സമരത്തിന് മുമ്പിൽ നാം കാണുന്നത് രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെയാണ്. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ശനിയാഴ്ച, ക്ഷേത്രത്തിലെ വേലയാഘോഷം വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലവരവ് തുടങ്ങി വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാത്രി ഗാനമേളയും ഉണ്ടാകും. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തുടങ്ങും. തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം തുടങ്ങിയവയും നടക്കും. ഉച്ചയ്ക്ക് 1-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് തുടങ്ങും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ദേവിയുടെ തിടമ്പേറ്റും. ഇതോടൊപ്പം വിവിധ കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ആരംഭിക്കും. വൈകിട്ട് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരക്കും. രാത്രി ഗാനമേളയും ഉണ്ടാകും. ഭരണസമിതി പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി E ചന്ദ്രൻ നായർ, ട്രഷറർ V ഗിരീഷ് എന്നിവരടങ്ങിയ കമ്മിറ്റി പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. രാത്രി പൂരം ആവർത്തനവും പുലർച്ചെ പാനപൂജയ്ക്കും ശേഷം പൂരത്തിന്റെ കൂറ വലിക്കും. വിഷുവിപണി ലക്ഷ്യമിട്ട് ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ വെള്ളരി കൃഷിക്ക് തുടക്കമായി.
കഴിഞ്ഞ 10 വർഷമായി തൈക്കാട് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വെള്ളരി കൃഷി നടത്തിവരുന്നുണ്ട്. വിഷുക്കാലത്ത് വിഷരഹിത കണിവെള്ളരി ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രദേശത്തെ കൃഷി സംസ്കാരം നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിനു പുറകിലുള്ളത്. കൃഷിയുടെ വിത്തിടൽ കർമ്മം നഗരസഭാ ഉപാധ്യക്ഷൻ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്ലബ് പ്രസിഡന്റ് KS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പ്രിയ രാജേന്ദ്രൻ, PK മഹിജ, ജീവ ഗുരുവായൂർ സെക്രട്ടറി ശിവദാസൻ പാലുവള്ളിയിൽ, KP റഷീദ്, P മുരളീധര കൈമൾ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത കാലാബത്തി രക്തശാലി നെല്ലിനങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയായി. അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിന്റെ കീഴിൽ ജൈവ കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി നടത്തിയത്. ആര്യമഹർഷിയുടെ നിർദ്ദേശാനുസരണം വിത്തുകൾ ശേഖരിച്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥയും ആശ്രമസേവികയുമായ ആര്യനാമികയുടെ നേതൃത്വത്തിൽ പരമ്പരാഗതമായ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി പൂർത്തീകരിച്ചത്. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പിക്കാൻ വിളവെടുപ്പ് ഘട്ടത്തിൽ യന്ത്രം ഒഴിവാക്കി കൈക്കൊണ്ടു തന്നെയാണ് കൊയ്ത്തും മെതിയും നടത്തി വിത്ത് സംരക്ഷിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് വിത്തും ഇവിടെ നിന്ന് ലഭിക്കും. കൂടുതൽ ആളുകളെ കാർഷിക സംസ്കൃതിയിലേക്ക് ആകർഷിക്കുകയും പാരമ്പര്യ നെല്ലിനങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ആര്യലോക് ആശ്രമത്തിന്റെ ദൌത്യം. വിളവെടുപ്പ് ദിവസങ്ങളിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി പേർ കാഞ്ഞിരപ്പാടത്തെത്തി. പോഷകമൂല്യം നഷ്ടപ്പെടാതെ വിവിധയിനം പരമ്പരാഗത ജൈവ അരികൾ ചേർത്ത് തയ്യാറാക്കിയ രോഗപ്രതിരോധ പോഷക അരിക്കിറ്റ് വിപണിയിലിറക്കി. പരമ്പരാഗത കൃഷി സംസ്കൃതിയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിക്കാനാണ് ആശ്രമത്തിന്റെ അടുത്ത പദ്ധതി. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് ഫാദർ ലിജോ പോർത്തൂർ കാർമ്മികനായി ദിവ്യബലിയും നടക്കും. 7 മണിക്ക് കുന്നംകുളം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് KG ജയപ്രദീപ് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടക്കും. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പ് ദേവാലയത്തിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ഫാദർ ലിൻഡോ കോന്നിക്കര മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30 ഫാദർ ബേബി ഷെപ്പേർഡ് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. വൈകിട്ട് 7 ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവ അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനന്യ സമേതം എന്ന പേരിൽ കുട്ടികൾക്കായി ലിംഗസമത്വ അവബോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സുചിത്ര, അപർണ എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി. ആധുനിക വിഷയങ്ങളെയും സമകാലീന ചരിത്രങ്ങളെയും സംഭവങ്ങളെയും കോർത്തിണക്കി സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ 1000 സംസ്കൃത സുഭാഷിതങ്ങളുടെ ബൃഹത് ഗ്രന്ഥം മാതൃവിദ്യാലയത്തിന് സമർപ്പിച്ചു. സംസ്കൃത ഭാഷയിൽ ബാലപാഠം അഭ്യസിച്ച പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബാലസുഭാഷിത സാഹസ്രി എന്ന ഗ്രന്ഥത്തിന്റെ സമർപ്പണവും ആസ്വാദനവും നടന്നത്. തൃശൂർ ഗവൺമെന്റ് IASCയിൽ നിന്നും സംസ്കൃത മേധാവിയായി വിരമിച്ച ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ സംസ്കൃതത്തിൽ ഹരിശ്രീ കുറിച്ചു നൽകിയ മുൻ അധ്യാപിക സാവിത്രി ടീച്ചർക്കും സംസ്കൃതം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായാണ് ഗ്രന്ഥം സമർപ്പിച്ചത്. ഭാഷാ പ്രചാരണത്തിനായി നിരവധി ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 7 വർഷത്തെ കഠിന ശ്രമത്തിലൂടെയാണ് ആധുനിക സുഭാഷിത ഗ്രന്ഥം രചിച്ചത്. ഇത് സംസ്കൃത ഭാഷയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് പെരിങ്ങോട് ഹൈസ്കൂളിൽ ഗ്രന്ഥത്തെ അധികരിച്ച് നടന്ന ചർച്ചയിൽ സംസ്കൃത പണ്ഡിതനും മുൻ ഡയറ്റ് ലെക്ചററുമായ V. വിജയൻ പറഞ്ഞു. പെരിങ്ങോട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക V. ശ്രീകല അധ്യക്ഷയായി. സ്കൂളിന് അപൂർവമായി ലഭിച്ച സംഭാവനയാണ് ബാലസുഭാഷിത സാഹസ്രി എന്ന ഗ്രന്ഥമെന്ന് പ്രധാന അധ്യാപിക V. ശ്രീകല പറഞ്ഞു. സ്കൂൾ മാനേജർ പൂമുള്ളിമന വാസുദേവൻ നമ്പൂതിരിപ്പാട്, സംസ്കൃത പണ്ഡിതൻ പാഴൂർ ദാമോദരൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സജിത, PTA പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ ഡോക്ടർ K. ജയരാജ്, മുൻ അധ്യാപകൻ N. ചന്ദ്രശേഖരൻ, M. മണികണ്ഠൻ,
ഇ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വൈസ് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KR സന്തോഷ് 2026-27 വർഷത്തേക്കുള്ള വിവിധ ഫണ്ടുകളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ചർച്ച നടന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ് നന്ദി പറഞ്ഞു. അതിവേഗ റെയിൽപാതയുടെ സ്വപ്നങ്ങളുമായി വന്ന് കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് ഇറക്കിവെച്ച മഞ്ഞക്കുറ്റികൾക്ക് ഇപ്പോൾ പ്രായം 4. നാടിനെ കീറി മുറിക്കാനെത്തിയ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയെങ്കിലും മൈതാനത്തിന്റെ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഈ കോൺക്രീറ്റ് തൂണുകൾ അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി മാറുന്നു. 2021-22 കാലയളവിൽ സിൽവർ ലൈൻ സർവേക്കായി വലിയ ആവേശത്തോടെയാണ് ലോറിക്കണക്കിന് കുറ്റികൾ ഇവിടെ ഇറക്കിയത്. എന്നാൽ പദ്ധതിക്കെതിരെ ജനരോഷം ആഞ്ഞടിക്കുകയും ഒടുവിൽ സർക്കാർ പിന്മാറുകയും ചെയ്തതോടെ ഈ കുറ്റികൾ ആർക്കും വേണ്ടാതായി. മൈതാനത്തിന്റെ ഒരു ഭാഗം കുറ്റികൾ കൈയടക്കിയതോടെ കുട്ടികൾക്കും കായിക താരങ്ങൾക്കും ഓടിക്കളിക്കാൻ ഇടമില്ലാതായി. രാത്രികാലങ്ങളിൽ മൈതാനത്തെത്തുന്നവർക്ക് ഇവ വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകൾ വെയിലേറ്റും മഴ നനഞ്ഞും നശിക്കുകയാണ്. പൊതുമുതൽ ഇങ്ങനെ നശിക്കുമ്പോഴും ഇത് നീക്കം ചെയ്യാൻ കേരയിൽ അധികൃതരോ പഞ്ചായത്തോ തയ്യാറാകുന്നില്ല. പദ്ധതി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കുറ്റികൾ ലേലം ചെയ്യാനോ മറ്റ് നിർമ്മാണാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനോ സാധിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും നടപടിയായിട്ടില്ല. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചു. ഒരുമിക്കാം സമാനതകളില്ലാതെ എന്ന സന്ദേശവുമായി നടന്ന ദിനാചരണത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശോഭ PV ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ദിനാചരണത്തിൽ പങ്കെടുത്തു. നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർമാരായ അനു ജോർജ്, ചിഞ്ചു ചാക്കോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, ബിജു VL, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത KV എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രത്യേക ബോധവൽക്കരണവും പരിശോധനയും സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത അറിയിച്ചു. കോട്ടപ്പടി RCUP സ്കൂളിന്റെ 138ാം വാർഷിക അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ CF റോബിൻ, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ഷീന റാഫേൽ, PTA പ്രസിഡന്റ് സെബി താണിക്കൽ, MPTA പ്രസിഡന്റ് അനീന റോബിൻ, പള്ളി ട്രസ്റ്റി സോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തെ ആവേശമാക്കി. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എയ്യാൽ വെളുത്തുപാറ പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത 10 പറ കണ്ടത്തിലാണ് ഇത്തവണ വിദ്യാർത്ഥികൾ കൃഷി ഇറക്കിയത്. വ്യാഴാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് CM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, മെമ്പർ ആൻഡോപോൾ എന്നിവർ മുഖ്യാതിഥികളായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പാടശേഖര സമിതി പ്രസിഡന്റ് അനീഷ്, പ്രിൻസിപ്പൽ V സ്മിത, SMC ചെയർമാൻ MM താഹിർ എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കർഷകരുടെ നിർദ്ദേശാനുസരണം നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവാണ് ഇത്തവണ NSS വിദ്യാർത്ഥികൾ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി 5 കിലോയുടെ പാക്കറ്റുകളാക്കി വിൽക്കാനാണ് തീരുമാനം. കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുക എന്ന് NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പ്രിയൻ പറഞ്ഞു. കഴിഞ്ഞ സീസണിലെ കൃഷിയിൽ നിന്നും ലഭിച്ച ലാഭവിഹിതത്തിൽ നിന്ന് 25,000 രൂപ മുണ്ടക്കൈ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെത്ത് എക്സെലോ സമ്മാനദാന ചടങ്ങ് നടത്തി. സ്കൂൾ തലത്തിൽ നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ അധ്യക്ഷതയിൽ നടന്നത്. ലീഡർ ജുവിൻ ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങ് രക്ഷിതാവും കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ആർഷ ജിജു ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രിൻസിപ്പാൾ ഫാദർ മത്തായി OIC വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, PTA പ്രസിഡന്റ് PK ഷമീർ എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ജനസഭ ശ്രദ്ധേയമായി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ജനകീയാസൂത്രണം 2026-27 വർഷത്തെ പദ്ധതികൾ രൂപീകരണത്തിന്റെ ഭാഗമായാണ് ജനസഭ നടത്തിയത്. 4.5 പതിറ്റാണ്ടുകാലം CPM ഭരണം നടത്തിയ
പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഭരണത്തിലെത്തിയ UDF നടത്തിയ ജനസഭ വ്യത്യസ്തമായി. ആദ്യ ആസൂത്രണ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പരൂർ ഡ്രീം പാലസിൽ നടത്തിയ ജനസഭ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കുന്നംകാട്ടയിൽ അബൂബക്കർ, ഷനീദ അബ്ദുൽ കരീം, സുബൈദ പാലക്കൽ, പഞ്ചായത്ത് മെമ്പർമാർ, പുന്നയൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. ഗോപാലൻ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പൗരപ്രമുഖർ, വ്യാപാരി വ്യവസായി മർച്ചന്റ് അസോസിയേഷന്റെ പ്രതിനിധികൾ, വനിതകൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് ജനത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ സ്വാഗതവും ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ നന്ദിയും പറഞ്ഞു. വാഗ മാലതി UP സ്കൂളിന്റെ 91 വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷം എളവള്ളി പഞ്ചായത്ത് അംഗങ്ങളായ രാജി മണികണ്ഠനും പ്രസാദ് വാഗയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KO ബാബു അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി KS മിനി ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, MPTA പ്രസിഡന്റ് സിമി ഷിബു, PTA വൈസ് പ്രസിഡന്റ് EO സോജൻ, സ്കൂൾ ലീഡർ PS നജ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂൾ മാനേജർ വാസന്തി സമ്മാന വിതരണം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട പറയാം ലഹരിയോട് കാത്തുസൂക്ഷിക്കാൻ നമ്മെ തന്നെ എന്ന പരിപാടിയുടെ ഭാഗമായി അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ VC മധു നിർവഹിച്ചു. സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷനായി. കോളേജ് ട്രഷറർ PM അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റേറ്റ് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ കൈമാറി. ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവലൂർ പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറും ഓർമ്മമരവും സ്കൂളിന് കൈമാറി. ജനുവരി 29 മുതൽ ഏപ്രിൽ 28 വരെ സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,155 രൂപ, പവന് 1,13,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം വടക്കേക്കാട് കല്ലൂർ കോളങ്ങാട്ടിൽ അടിമ നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം പുന്നയൂർ വാതക ശ്മശാനത്തിൽ നടത്തി. മണി ഭാര്യയാണ്. വനജ, സുനിത, അഭിലാഷ്, അനീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവതയുടെ സർഗസാക്ഷ്യത്തിന് ആതിഥേയത്വമരുളി പെരുമ്പിലാവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിന് അൻസാർ വിമൻസ് കോളേജിൽ തുടക്കമായി. സ്റ്റേജിന മത്സരങ്ങൾ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച കലാമേളയ്ക്ക് കൊടിയിറക്കും. ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് കേരളത്തിൽ കോൺഗ്രസിന് BJPയോടുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SIR നടപ്പിലാക്കുന്നത് എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കുവാനല്ല, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും വോട്ട് ഇല്ലാതാക്കാനാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. മനക്കിലെ വരവും വാദ്യമേളവും വിസ്മയം തീർത്തു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. വാതിൽമാടത്തിൽ 53 ദിവസത്തെ കളമെഴുത്തിനും കളമ്പാട്ടിനും ഇതോടെ സമാപനമാകും.
പ്രസിദ്ധമായ കുന്നംകുളം ഐക്യ സുവിശേഷ മഹായോഗം ഫെബ്രുവരി 9 മുതൽ 15 വരെ ഐക്യ സുവിശേഷ നഗറിൽ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.